ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മളുടെ ഫോണിൽ കോൺടാക്ട്സുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ? നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ അങ്ങനെ പല ആളുകളുടെയും കോൺടാക്ട്സുകൾ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മൾ അറിയാതെ ഈ നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ വൈറസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇത് നഷ്ടപ്പെട്ടു പോയി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാവുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടെ ഫോണിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ട് ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. മാത്രമല്ല ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾ ഉള്ള ടെക് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു പുതിയ ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അബീസ് വ്യൂസ് എന്നാണ് അതിൻ്റെ പേര്. ആ ചാനലിലേക്ക് കയറാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ചാനൽ കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതുപോലെ അറിവുകൾ കൂടി കിട്ടും. ആ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും സബ്സ്ക്രൈബും കൊടുക്കാൻ മറന്നും പോകരുത്. നമ്മുടെ മൊബൈൽ വഴി നമ്മൾ പല ഫ്രണ്ട്സിനെയും നമ്മൾ വിളിക്കാറുണ്ട്. വിളിക്കുന്ന സമയത്ത് നമുക്ക് ഫോൺ നമ്പറൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് വഴിയാണ് നമ്മൾ വിളിക്കുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ നമ്പേഴ്സ് കാണാത്തൊരവസ്ഥ വരും. നമ്മൾ തന്നെ അറിയാതെ ഡിലീറ്റ് ചെയ്ത് പോയതാവാം, അല്ലെങ്കിൽ വല്ല വൈറസ് കയറിയിട്ട് പോയതാവാം. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ നമ്പറൊക്കെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനായി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ തന്നെ നമ്മൾ കണ്ടില്ലേ നമ്പറൊക്കെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇതറിയാതെ നമ്മൾ ഡിലീറ്റ് ചെയ്തു പോയി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വൈറസ് വന്നു, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പഴയ നമ്പർ തിരിച്ചു കിട്ടാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെറ്റിങ്സിൽ കയറുക. സെറ്റിങ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ നമുക്ക് ചെറിയൊരു ലോഡിംഗ് പ്രശ്നം കാണിക്കുന്നുണ്ട്. നേരെ ഗൂഗിളിലേക്ക് വന്നു. ഇവിടെ നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട്, കാരണം 2-3 ഇമെയിൽ ഐ ഡി കൊടുക്കുന്നവർ അത് കൊടുക്കുക. ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൽ നമുക്ക് മാനേജ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹോം, പേഴ്സണൽ ഇൻഫോ, ഡാറ്റ ആൻഡ് പ്രൈവസി, സെക്യൂരിറ്റി, പീപ്പിൾ ആൻഡ് ഷെയറിംഗ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അതിൽ പീപ്പിൾ ആൻഡ് ഷെയറിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ യുവർ ഫാമിലി ഓൺ ഗൂഗിൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഹെഡിങ്ങോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് താഴെയായിട്ട് സെൻഡ് ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ട്, കോൺടാക്ട്സ് കാണിക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ 2227 ഇത്രയും കോൺടാക്ട്സ് എൻ്റെ ഫോണിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോണിൽ എത്രയാണ് ഉള്ളതെന്നുള്ളത് നോക്കാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ കോൺടാക്ട്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ കാണുന്നുണ്ട് സ്റ്റേ ഓൺ വെബ് കാണിക്കുന്നുണ്ട്, യൂസ് ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് സ്റ്റേ ഓൺ വെബ് തന്നെ കൊടുത്താൽ മതി. ഇനി ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ യൂസ് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഞാനിവിടെ സ്റ്റേ ഓൺ വെബ് എന്നുള്ള താഴെയുള്ള ഓപ്ഷനിലാണ് കൊടുക്കുന്നത്, സ്റ്റേ ഓൺ വെബ്. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ നമ്മുടെ എല്ലാ നമ്പേഴ്സും, നമ്മുടെ ഫോണിൽ നിന്നുള്ള ഡിലീറ്റ് ആയി പോയതും അങ്ങനെയുള്ള എല്ലാ നമ്പേഴ്സും നമ്മൾ ഗൂഗിൾ ഉപയോഗിക്കുന്ന കാലം മുതൽ നമുക്കതിലേക്ക് സേവ് ആയ എല്ലാ നമ്പേഴ്സും നമുക്കതിൽ കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ കുറേ ഓപ്ഷൻസ് നമുക്കിതിലുണ്ട്. ഇനി നമുക്കിതിൽ ഏതെങ്കിലും നമ്പർ, ഏതാണോ നമ്പർ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നമ്പർ എടുക്കാൻ സാധിക്കും. അതിൽ അവർക്ക് ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതുവരെ നമുക്ക് അതിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതേപോലെ ഇവിടെ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചാണ് നമ്പർ, പ്രൈവസി കാരണം. ഇവിടെ നമുക്ക് ഇതേപോലെ നമ്പർ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഈ നമ്പർ ഇനി വേണ്ട, ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഡിലീറ്റ് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്തൊരു പെൻ ഐക്കൺ കാണിക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എഡിറ്റ് ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോൺടാക്ട്സ് നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രിൻറ്റിൻ്റെ ഒരു ഐക്കൺ കാണുന്നുണ്ടല്ലോ, ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിൻറ്റ് ഓപ്ഷനിലേക്ക് കൊടുക്കാൻ പറ്റും. അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് മെയിൽ അയക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻ ആ ഒരു ഏരോ മാർക്കിൽ നമുക്ക് അതുവഴി നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ കോൺടാക്ട്സ് നഷ്ടപ്പെട്ടാൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക.